ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു പ്രിപ്പറേഷൻ ടിപ്പുമായിട്ടാണ്. ഞാൻ സിലബസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയത് കലാ കായികം സാഹിത്യം സംസ്കാരം എന്നുള്ള ആ ഒരു മേഖലയാണ്. നമുക്കറിയാം LDC മെയിൻസ് എക്സാമിനായാലും ഡിഗ്രി പ്രിലിംസ് എക്സാമിനായാലും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കലാ കായികം സാഹിത്യം സംസ്കാരം. നമ്മുടെ LDC മെയിൻസിന് എടുത്തു പറഞ്ഞിട്ടുണ്ട് 5 മാർക്കിന് അതിൽ ക്വസ്റ്റ്യൻ വരുമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ പഠിക്കണമെന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ കലയിൽ പറയുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ആദ്യത്തെ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് പഠിക്കാൻ പറ്റും. ദൃശ്യശ്രാവ്യ കലകൾ എന്ന് പറയുമ്പോൾ സംഗീതവും അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള നൃത്ത രൂപങ്ങളുമാണ്. കഥകളി ഉൾപ്പെടെയുള്ള കൂടിയാട്ടം, തെയ്യം, തിറ, ഇത് ഏത് ജില്ലയിലാണ്, അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പോൾ അതാണ്. പിന്നെ ആ പ്രശസ്ത സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. പക്ഷേ അവിടെ നമുക്ക് കൺഫ്യൂസ്ഡ് ആക്കുന്ന ടോപ്പിക്കാണ് ഓരോ കലകളും, ആ കലകളുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ വ്യക്തികൾ, ആ കലകളുമായി ബന്ധപ്പെട്ട പ്രശസ്തരായ കലാകാരന്മാർ, പിന്നെ പ്രശസ്തരായ എഴുത്തുകാർ. ഇത് തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെ പഠിക്കും? ദിവസവും നിങ്ങൾ ഓരോ ആൾക്കാരെ പഠിക്കാം. അതായത് ഇപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഒരു ദിവസം പഠിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്ന രീതിയിൽ ഒരു ടിപ്പ് ഉണ്ടാക്കി അങ്ങ് പഠിക്കാം. ഇനി പിറ്റേ ദിവസം നിങ്ങൾ പഠിക്കാനുള്ളത് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട ആളെ ആയിരിക്കണം. അങ്ങനെ ഓരോ ദിവസവും വെച്ച് പഠിച്ചിട്ട് ആദ്യത്തെ ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കിട്ടിയെങ്കിൽ പിറ്റേ ദിവസം മോഹിനിയാട്ടത്തെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ രണ്ടും കൂടി റീകണക്ട് ചെയ്ത് പഠിക്കുക. അതായത് കഥകളി പഠിക്കുക, മോഹിനിയാട്ടവും പഠിക്കുക. ഇനി അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാക്യാർ കൂത്തായിരിക്കും. അപ്പൊ ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ട ആൾക്കാരെയും പഠിക്കണം, തലേ ദിവസം നമ്മൾ പഠിച്ച 2 ആൾക്കാരെയും പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് എക്സാമിന് ഈ ഒരു മാർക്ക് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എവിടെ കായികത്തിലേക്കാണ് വന്നത്. കായിക രംഗത്തിലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ട്. എന്ത്? കൺഫ്യൂഷൻ വരും. കൺഫ്യൂഷൻ അടുപ്പിച്ച് എങ്ങനെ മാർക്ക് കളയാം എന്ന് മാത്രമേ PSC ചിന്തിക്കത്തുള്ളൂ. ലോകത്തിൽ എങ്ങും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇടുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റാണ് കൺഫ്യൂഷൻ അടുപ്പിച്ച് മാർക്ക് കളയുക എന്നുള്ളത്. അപ്പോൾ കൺഫ്യൂഷൻ അടുപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ കായികം എന്നുള്ളത്. അപ്പൊ കായികത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ, ഈ കായികം എന്ന് പറയുമ്പോൾ ഒരു മൊത്തം 100% ആൾക്കാർ എക്സാം എഴുതുമ്പോൾ അതിനകത്ത് ഒരു 70% ആൾക്കാർക്ക് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട്, അത്ര തന്നെ കാണുമെന്ന് അറിയത്തില്ല, ഈ സ്പോർട്സുമായിട്ടൊരു ബന്ധം കാണത്തുള്ളൂ. അപ്പൊ ആ ഒരു ബന്ധം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ നമുക്ക് പഠിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ സിമ്പിളാക്കി മാറ്റാം. അപ്പൊ എങ്ങനെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഈ ആൾക്കാരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ദിവസവും ഞാൻ ഈ കഥകളി മോഹിനിയാട്ടത്തിന്റെ കേസ് പറഞ്ഞതുപോലെ ഓരോ ദിവസവും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട കളിക്കാര്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട കളിക്കാര്, ഇങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം ഒരു ദിവസം പഠിക്കുകയാണെങ്കിൽ പിറ്റേന്ന് തലേ ദിവസം പഠിച്ച കാര്യം കൂടി ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് തമ്മിലുള്ള കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അവാർഡ് ജേതാക്കളും അതൊക്കെ പഠിക്കാൻ നമുക്ക് സിമ്പിളാണ്. പിന്നെ പ്രധാന ട്രോഫികളും ബന്ധപ്പെട്ട മത്സരങ്ങളൊക്കെ നമ്മൾ കോഡ് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓൾറെഡി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഐ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ കിട്ടും. അടുത്തത് പ്രധാന കായിക ഇനങ്ങളും പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, അതൊക്കെ സിമ്പിളാണ്. പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇതേ പറഞ്ഞ മെത്തേഡ് തന്നെ ഡെയിലി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഠിച്ച് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പദങ്ങൾ തുടങ്ങിയാൽ മതി. അപ്പോൾ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ നിങ്ങൾ പിന്നീട് പഠിക്കുക. അത് ഓരോ ദിവസവും ഓരോന്ന് വീതം പഠിക്കുക. ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ അവ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഒളിമ്പിക്സ്
പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കണം. കാരണം ഇപ്പം ഒളിമ്പിക്സ് കഴിഞ്ഞതേ ഉള്ളൂ. അതും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അത് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത ഏഷ്യൻ ഗെയിംസും ഏഷ്യൻ ഗെയിംസും ദേശീയ ഗെയിംസും ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഗെയിംസ് ഇനങ്ങളും മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് സാഹിത്യം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികളും അവയുടെ കർത്താക്കളും വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എഴുത്തുകാരും തൂലികാനാമങ്ങളും അപരനാമങ്ങളും നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഒരു സാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ഉണ്ടായിരുന്ന മലയാളം പോർഷനിൽ 10 മാർക്കിന് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ സാഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഇതിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വളരെ കോംപ്ലിക്കേഷൻ ഒന്നും വരത്തില്ല. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. പിന്നെ കഥാപാത്രങ്ങളും കൃതികളും പഠിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധാപൂർവം തന്നെ പഠിക്കുക. ഈ ഇടയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെയും കൃതികളെയും കൂടി പഠിക്കുക. അത് റാങ്ക് ഫയലിൽ അകത്ത് അതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുകയാണെങ്കിൽ അത് സിമ്പിൾ ആയിരിക്കും. പിന്നെ ദിവസവും നിങ്ങൾ പാടി പഠിക്കുന്നത് പോലെ പ്രശസ്തമായ വരികൾ പാടി പഠിച്ചിട്ട് അത് ആരുടെ വരികളാണെന്ന് പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് നഷ്ടമാകത്തില്ല. എൻ്റെ മനസ്സ് പറയുന്നു 1 മാർക്ക് എക്സാമിന് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രശസ്ത വരി തന്നിട്ട് അത് ആരുടെ വരികളെന്നായിരിക്കും. അപ്പോൾ കുറേ പ്രശസ്തരായ വരികൾ, കുറേ പ്രശസ്തമായ വരികളുണ്ട്, കുറേ പ്രശസ്തരായ എഴുത്തുകാരുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഇതിങ്ങനെ ഓരോ എഴുത്തുകാരെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് കുറച്ച് സിമ്പിൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ആധുനിക കവിത്രയം ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, അല്ലെ? ഇവരുടെ ആശാനെ പറ്റിയിട്ട് പഠിക്കാൻ അദ്ദേഹത്തിന്റെ കുറേ കവിതകൾ ഒക്കെ ഉണ്ട്. അപ്പൊ അതും ഒരു ദിവസം പഠിക്കുക. പിന്നെ നമ്മുടെ ഉള്ളൂരിനെ പറ്റി ഒരു ദിവസം പഠിക്കുക. പിന്നെ വള്ളത്തോളിനെ പറ്റി അടുത്ത ദിവസം പഠിക്കുക. അങ്ങനെ ഓരോ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുക. ഇനി ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളതാണ്. പത്രപ്രവർത്തനത്തിന്റെ ആരംഭം ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് പഠിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അവാർഡുകളും ബഹുമതികളും അതൊക്കെ സിമ്പിളാണ്. അവാർഡിന് അർഹമായ എഴുത്തുകാരും അവരുടെ കൃതികളും, അപ്പൊ അത് ശ്രദ്ധിക്കുമല്ലോ, അത് കറണ്ട് അഫയേഴ്സും കൂടിയാണ് വരുന്നത്. ഈ ജ്ഞാനപീഠം നേടിയ മലയാളികള് അവരുടെ കൃതികളൊക്കെ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അപ്പൊ അതും വളരെ കൺഫ്യൂഷൻ ഒഴിവാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. സംസ്കാരവും നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഓക്കെ, മലയാള സിനിമയും അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ നമുക്ക് അല്പമെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് കലാസാഹിത്യ സംസ്കാരം കായികം എന്നത്. അത് നമ്മൾ പഠിക്കുന്ന സമയത്തേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തുള്ളൂ. പരീക്ഷ എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി, അതായത് ഈ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇത് പഠിക്കുന്നത് നമ്മുടേതായ രീതിയിലാണെങ്കിൽ ഇത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന മാർക്കാണ്. അല്ലാതെ നമ്മൾ കോഡൊന്നും എന്തെങ്കിലുമൊക്കെ ടിപ്സ് യൂസ് ചെയ്യാതിരുന്നാൽ ഒരു പക്ഷെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുമിച്ച് ഇത് പഠിക്കുകയാണെങ്കിലും നമുക്ക് നമ്മളെ അലസോരപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കായിട്ട് മാറും. ഡെയിലി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു 5 മാർക്ക് സ്കോർ ചെയ്ത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ സജഷൻസ് എന്ത് തന്നെ ആയാലും, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആണ്. താങ്ക് യു.